നമ്മൾ എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അവിടെ നമ്മളൊരു ഹാമാനെ കാണുന്നുണ്ട്, മൊർദെഖായി എന്ന യഹൂദൻ. ആ മൊർദെഖായിയുടെ വളർത്തുമകളാണ് ഹദസ്സ എന്ന പേരുണ്ടായിരുന്ന എസ്തേർ. ഇപ്പോ അഹശ്വേരോശിന്റെ രാജ്ഞിപദം അലങ്കരിച്ച് ആ രാജധാനിയിലായിരിക്കുന്നു. എസ്തേറിന് എങ്ങനെ ഈ പദവി കിട്ടി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അഹശ്വേരോശിന്റെ രാജ്ഞിയായിരുന്ന വസ്തി രാജാവിനെ അനുസരിക്കാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് വസ്തിയെ രാജാവ് തള്ളിക്കളഞ്ഞു. അതിനോടനുബന്ധിച്ച് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മുമ്പേ നിങ്ങൾ ദൈവത്തെ അറിയാതിരുന്നിട്ട് അവരുടെ അനുസരിക്കേണ്ട നിങ്ങൾക്ക് കരുണ ലഭിച്ച പോലെ നിങ്ങൾക്ക് ലഭിച്ച അതേ കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നുവെന്ന അക്ഷരീയ ഇസ്രായേലിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കരുണ എന്ന് പറയുന്നത് വേണ്ടത്, കരുണ കിട്ടേണ്ടത് നിയമലംഘികൾക്കാണ്. നിയമം അനുസരിക്കുന്നവർക്ക് കരുണയുടെ ആവശ്യമില്ല, നിയമം ലംഘിക്കുന്നവർക്കാണ് കരുണയുടെ ആവശ്യം എന്ന് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു. ഒരു ഹെൽമെറ്റ് തലയിൽ വെച്ച് ഒരു 2 വീലർ ഓടിക്കുന്ന ഒരു മനുഷ്യൻ പോലീസ് കൈ കാണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഓക്കെ, എനിക്കിതിനോട് കരുണയുണ്ട്, നീ പൊക്കോ എന്ന് പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ ആ ഹെൽമെറ്റ് വെക്കണം എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു സ്കൂട്ടി ഓടിച്ചു പോകുന്നു, മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്നു, പോലീസ് കൈ കാണിക്കുന്നു, അവൻ നിർത്തുന്നു. ന്യായമായ ഒരു പണിഷ്മെന്റ് അവന് കിട്ടേണ്ടതാണ്, ഒരു ഫൈൻ ഇടേണ്ടതാണ്. എന്നാൽ അവന് അതിന് പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് അവൻ കേണപേക്ഷിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ അവനോട് കരുണ കാണിച്ചു, അതുകൊണ്ട് അവന് ശിക്ഷിക്കാതെ വിടുന്നു. ഇതാണ് ദൈവം അനുസരണം കെട്ടവരോട് കാണിക്കുന്ന കരുണ എന്ന് പറയുന്നത്. ദൈവം കരുണയും മഹാദയും കരുണയുള്ളതാകൊണ്ട് കരുണ ലഭിച്ചത് അനുസരിച്ചവർക്കല്ല, അനുസരിക്കാത്തവർക്കാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എൻ്റെ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു പരാമർശം കാണുന്നു. എസ്തേർ മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കാതിരുന്നതുകൊണ്ട് ഹാമാന് മൊർദെഖായിയോട് എന്തെന്നില്ലാത്ത നീരസം തോന്നി. മൊർദെഖായി ഒരു യഹൂദനാണ്, ഹാമാൻ യഹൂദനല്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജാതീയനായ ഒരുവനെ നമസ്കരിക്കുക എന്ന് പറയുന്നത് അവന്റെ ചിന്തയിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനോട് പോലും അക്ഷരീയമായി യഹൂദൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ആർക്കും ദാസന്മാരായിരിക്കുന്നില്ല, ആർക്കും അടിമകളായിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അവർക്ക് അബ്രഹാമിന്റെ മക്കൾ, അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ പിന്മുറക്കാർ എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിൽ അവർ വളരെ അഭിമാനികളും ഊറ്റം കൊള്ളുന്നവരുമാണ്. യഹൂദനാണ് എന്ന് പറയുന്നത് വളരെ അവര് ഹൃദയത്തിൽ വലിയ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. യഹൂദനാണെന്ന് പറയാൻ അവർക്ക് യാതൊരു ലക്ഷ്യമില്ല. എന്നാൽ ആ യഹൂദന്റെ ഒരു പ്രത്യേകത, അവൻ മറ്റൊരു ജാതികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന, ഇടകലരുന്നവരെല്ലാം ജാതികളെ അങ്ങനെ പരിഗണിക്കുന്നവരുമല്ല. അപ്പൊ ഇവിടെ ഹാമാൻ ജാതീയനായതുകൊണ്ടും മൊർദെഖായി യഹൂദനായതുകൊണ്ടും മൊർദെഖായി മറ്റുള്ളവരെ പോലെ ഹാമാനെ നമസ്കരിക്കുന്നില്ല. ഇത് ഹാമാനെ എന്തെന്നില്ലാത്ത അസ്വസ്ഥത ഹാമാനിലുണ്ടാക്കി. മൊർദെഖായി നശിപ്പിച്ചു കളയാൻ ഹാമാൻ മനസ്സിൽ പദ്ധതിയിട്ടു. അപ്പൊ ഹാമാന് ഒരു ചിന്ത വന്നു, ഈ ഒരു മനുഷ്യനെ മാത്രം നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, ഈ മനുഷ്യന്റെ മുഴു വർഗത്തെ, അഥവാ ആ സംസ്ഥാനത്തിലുള്ള മുഴുവൻ യഹൂദന്മാരെയും നശിപ്പിച്ചു കളയാനുള്ള പദ്ധതി ഹാമാൻ എടുക്കുന്നു. നമ്മുടെ മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യ മനുഷ്യനായ ആദാമിൽ മുതൽ ഇന്നയോളം ഈ ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന, ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന, താല്പര്യപ്പെടുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ മനസ്സ് വെക്കുന്ന ഏത് മനുഷ്യനെയും ആ താല്പര്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതിന് വേണ്ടി, വീഴിച്ചു കളയുന്നതിന് വേണ്ടി പിശാച് അശ്രാന്ത പരിശ്രമം നടത്തുന്നത് ഈ ബൈബിളിൽ നിന്ന്, ദൈവവചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലും ആ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയേണ്ടതിന് വേണ്ടി പിശാച് കർത്താവ് യേശു ക്രിസ്തു ജനനം മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് വരെ ആ ശ്രമം നടത്തി താൻ അദ്ദേഹം സ്നേഹിച്ചിരുന്ന അപ്പോസ്തലനായ പത്രോസിൽ കൂടെയും പിശാച് ഒരു ശ്രമം നടത്തി നോക്കി എന്ന് നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. പിശാച് നേരിട്ട് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാം. അപ്പോ പിശാചിനെ ഒന്ന് കുമ്പിട്ടാൽ, ഒന്ന് നമസ്കരിച്ചാൽ, ഒന്ന് കീഴടങ്ങിയാൽ ഒരുപാട് ലാഭങ്ങൾ ഉണ്ട് എന്ന് പിശാച് യേശുവിനോട് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടായി. യേശുവിനോട് പറഞ്ഞു, ഈ യേശുവിനെ മുഴുവൻ ലോകം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എങ്കിൽ വരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. പിശാച് ഈ മുഴുവൻ ലോകവും, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി ഇങ്ങനെ പറയുണ്ടായല്ലോ, മുഴുവൻ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ ഈ എർത്തല്ല, വേൾഡാണ്. വേൾഡ് എന്നും എർത്ത് രണ്ട് വാക്കുണ്ട്. നമ്മൾ ഒരു സമയം ചിന്തിക്കുണ്ടായി. എർത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം, വേൾഡ് എന്ന് പറയുന്നത് സിസ്റ്റം. വേൾഡ് എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് പിശാചാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാന ക്രമമാണ് ലോകം എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവജനത്തിൽ ലോകം എന്ന് പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ആ മീനിങ്ങിൽ, ആ അർത്ഥത്തിലാണ്. അപ്പോ ഈ മുഴുവൻ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. യേശുവിനോട് പറയുണ്ടായി. അത് മാത്രമല്ല, പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ മോശ ജനിച്ചപ്പം മുതൽ മോശയെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള പിശാചിന്റെ പിൻബലത്തോടുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ ദൈവം ഓരോ മനുഷ്യനെയും ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മുൻനിർണയത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും പിശാചിന്റെ കണ്ണിൽ അകപ്പെടാതെ വണ്ണം അവനെ സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ എല്ലാ സാധ്യതകളും ആ മനുഷ്യന്റെ മുമ്പിൽ ദൈവം ഒരുക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ഈ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കാതിരുന്നുകൊണ്ട് ഹാമാൻ മൊർദെഖായിയുടെ വംശത്തെ മുഴുവനും നശിപ്പിച്ചു കളയേണ്ടതിന് രാജാവിനോട് ഒരു പ്രത്യേകമായ അനുവാദം മേടിക്കുകയുണ്ടായി. രാജാവിന് 10,000 താലന്ത് വെള്ളിയും, എന്ന് മാത്രമല്ല ഈ ജനം, ഈ യഹൂദന്മാര് അവർ വേറെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് ഹാമാൻ രാജാവിനെ ബോധിപ്പിക്കുകയുണ്ടായി. അവർ മറ്റൊരു പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നത്. യഹൂദന് അവൻ്റെതായ ഒരു പ്രമാണമുണ്ട്. യഹൂദിന്റെ പ്രമാണം മോശ മുഖാന്തരം ദൈവം കൊടുത്ത ന്യായപ്രമാണമാണ് യഹൂദന്റെ പ്രമാണം എന്ന് പറയുന്നത്. ആയിരിക്കണം യഹൂദന്റെ പ്രമാണം. ഇന്ന് അക്ഷരീകമായ യഹൂദന്റെ പ്രമാണം അതാണെങ്കിൽ, ആത്മീയമായ യഹൂദൻ ഇസ്രായേൽ എന്നുള്ള നമ്മളുടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട്, യേശുക്രിസ്തു നീതിയാൽ നീതീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശദീകരിക്കപ്പെട്ട നമ്മളുടെ പ്രമാണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രമാണമായിരിക്കണം. ആത്മാവ് ഉപദേശിച്ച് തരുന്ന വചനങ്ങളായിരിക്കണം നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത്, അതായിരിക്കണം. അപ്പോ ഈ ഹാമാൻ രാജാവിനോട് ഒരു കൽപ്പന പുറപ്പെടുവിച്ച്, രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കത്തക്ക സാധ്യത ഉള്ള മനുഷ്യനായിരുന്നു ഹാമാൻ. രാജാവിനോട് കൂടെ തന്നെ ഇരിപ്പിടം രാജാവ് കൊടുത്തു. ഹാമാന് രാജാവിനെ ഉന്നത പദവികളിലേക്ക് ആക്കി. അപ്പോൾ രാജാവിനെ ഉപദേശിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സ്വാധീനം രാജാവിന്റെ മേലെ ഈ ഹാമാൻ ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ച് ഹാമാൻ ഈ ഒരു കൽപ്പന രാജാവിനെ കൊണ്ട് എഴുതി. ആ കൽപ്പന ഇതായിരുന്നു: ഇന്ന മാസം 3-ാം തീയതി മുഴുവൻ യഹൂദന്മാരെയും അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊന്നുകളയാനും അവരുടെ വസ്തുവകൾ എല്ലാം കൊള്ളയിടാനും വേണ്ടി ഒരു കൽപ്പന രാജാവിൽ നിന്ന് എഴുതി രാജകൽപ്പനയായിട്ട് എല്ലാ സ്ഥലത്തും വിളംബരം ചെയ്തു. അങ്ങനെ ആ കൽപ്പന
ശൂഷൻ രാജധാനിയിലും പ്രസിദ്ധപ്പെടുത്തിയുണ്ടായി. ഈ കാര്യം കണ്ടപ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഇങ്ങനെ ഒരു കാര്യം മൊർദെഖായി അറിഞ്ഞു, മുഴുവൻ ഇസ്രായേലിനെയും വകവരുത്തുന്നതിന് വേണ്ടി, നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി ഹാമാൻ ഉണ്ടാക്കിയ പദ്ധതി, ആ പദ്ധതി രാജാവ് ഒരു നിയമമായിട്ട് രാജ്യത്തിലെല്ലാം വിളംബരം ചെയ്തു എന്നുള്ള കാര്യം മൊർദെഖായി അറിഞ്ഞു. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാനത് വായിക്കുന്നു. സംഭവിച്ചത് ഒക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ട് കൊടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. സംഭവിച്ചത് എല്ലാം മൊർദെഖായി അറിഞ്ഞു. എന്താ സംഭവിച്ചിങ്ങനെ നിയമം പാസ്സായി. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ കൽപ്പനയുടെ തീർപ്പ് ശൂഷൻ രാജധാനിയിലും പ്രസിദ്ധപ്പെടുത്തി. ഇത് മൊർദെഖായി അറിഞ്ഞു. മൊർദെഖായി അറിഞ്ഞപ്പോൾ മൊർദെഖായി ചെയ്ത കാര്യം, മൊർദെഖായി വസ്ത്രം കീറി. അന്ന് ഏറ്റവും ഹൃദയത്തിന്റെ കഠിനമായ വേദന അനുഭവിക്കുന്ന ആളുകൾ തങ്ങളുടെ വസ്ത്രം കീറുക പതിവായിരുന്നു. ഒരുവൻ വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത വേദന ഉണ്ട് എന്നുള്ളതാണ്. അവന്റെ വസ്ത്രം കീറി എന്ന് മാത്രമല്ല, അവൻ രട്ട് എടുത്തു വെണ്ണീർ വാരിയിട്ടും കൊണ്ട്, വെണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരം വാരി ദേഹത്തെല്ലാം ഇട്ട് ഇരട്ട് ചാക്കുശീല ഉടുത്ത്, സ്വന്തം വസ്ത്രം കീറിക്കളഞ്ഞ ചാക്കുശീല ഉടുത്ത് തലയിലെല്ലാം ഈ വെണ്ണീറും പൂഴും എല്ലാം വാരിയിട്ട് മൊർദെഖായി ചെയ്ത കാര്യം പട്ടണത്തിൽ ചെന്നിട്ട് കരഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്, കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. വളരെ ഹൃദയം പൊട്ടുമാറ് ഹൃദയവേദനയോടെ വളരെ കൈപ്പോടെ അത്യുച്ചത്തിൽ മൊർദെഖായി നിലവിളിച്ചു. രേഖ എഴുതിയെന്ന് മൊർദെഖായി കണ്ടു. രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ മൊർദെഖായി ചെയ്ത കാര്യം അങ്ങനെ നിലവിളിച്ചു. എന്നാൽ ഈ രട്ടെടുത്തുകൊണ്ട് അതിൻ്റെ രാജാവിൻ്റെ പടിവാതിലിൽ അല്ലെ രാജകൊട്ടാരത്തിന്റെ ആ ഭാഗങ്ങളിലൊന്നും ഈ രട്ടെടുത്ത് ഒരു മനുഷ്യന് പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഈ രട്ടെടുത്തുകൊണ്ട് മൊർദെഖായി ഈ രട്ടെടുത്തുകൊണ്ട് ഇങ്ങനെ കൈപ്പോടെ നിലവിളിച്ച കാര്യം എസ്തേർ അറിഞ്ഞു. എസ്തേർ അറിഞ്ഞപ്പോൾ എസ്തേർ തന്റെ ബാല്യക്കാരെ മൊർദെഖായിയുടെ അടുത്ത് വിടുന്നു, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി. മൊർദെഖായി സംഭവിച്ചതെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു. തന്നെയല്ല, മൊർദെഖായിക്ക് ഈ രട്ട് മാറ്റി വേറെ വസ്ത്രം കൊടുക്കേണ്ടതിന് വേണ്ടി എസ്തേർ വസ്ത്രം കൊടുത്തു വിട്ടു. അപ്പൊ മൊർദെഖായി അവർ മുഖാന്തരം എസ്തേറിനോട് പറഞ്ഞു വിട്ടൊരു കാര്യമുണ്ട്. ആ പറഞ്ഞു വിട്ട കാര്യം ഇതാണ്, ഈ സംഭവിച്ച കാര്യം ഇതിന്റെ ഈ നിയമം എഴുതിയിരിക്കുന്നതിന്റെ ഒരു കോപ്പി എസ്തേറിന്റെ കൈ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് കൊടുത്തിട്ട് പിന്നെ എസ്തേറിനോട് പറയുന്നൊരു കാര്യം, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. നമുക്കും വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കും അത് വളരെ അത്യന്താപേക്ഷിതമായി നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ അനുവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജസന്നിധിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം. 14-ാമത്തെ വാക്യം 4-14. ഇപ്പോ എസ്തേറിന്റെ സ്ഥിതി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. എസ്തേർ ഇപ്പോ രാജാവിന്റെ പത്നിയായിട്ട് രാജസന്നിധിയിൽ ജീവിക്കുകയാണ്. അപ്പൊ മൊർദെഖായി മൊർദെഖായി എസ്തേരോട് പറയുന്നൊരു കാര്യം, നീ ഈ സമയത്ത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ
ഈ യഹൂദന്മാർക്ക് വേറെ എവിടുന്നെങ്കിലും രക്ഷ വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തേക്കല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം? അത്യുന്നതനായ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തൻ്റെ സർവജ്ഞാനത്തിലാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ആ സർവജ്ഞാനിയായ ദൈവം സർവജ്ഞാനത്തിൽ ചെയ്ത ഒരു കാര്യം, ഈ എസ്തേറിനെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കണം. അങ്ങനെ രാജ്ഞിയാക്കിയാൽ ഇങ്ങനൊരു നിയമം ഈ രാജാവ് പുറപ്പെടുവിക്കുന്ന കാലത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാം. എന്നാൽ അങ്ങനെയുള്ള കാലത്ത് ഈ രാജാവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരാളായിട്ട് എസ്തേറിനെ രാജാവ് ലോകസ്ഥാപനത്തിന് മുൻപേ ഈ കാര്യത്തിന് വേണ്ടി നിയമിച്ചിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് എസ്തേർ ഒരു അനാഥ പെണ്ണ് ആയിട്ടും ഈ രാജസ്ഥാനത്ത് രാജ്ഞി എന്ന പദവിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ മൊർദെഖായി അവളെ ഓർപ്പിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കാണ് നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലം വരുന്നുണ്ട് എന്ന് മൊർദെഖായിക്ക് അറിയത്തില്ലായിരുന്നു, എസ്തേറിനും അറിയത്തില്ല, ആർക്കും അറിയില്ല. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു ഇങ്ങനെ ഇസ്രായേലിനെതിരായിട്ട് ഒരു വിരോധ കൽപ്പന പുറപ്പെടുവിക്കുമെന്നും ആ വിരോധ കൽപ്പനയെ തടയാൻ വേണ്ടി എസ്തേർ എന്ന ഈ അനാഥ പെൺകുട്ടിയെ ആ അഹശ്വേരോശിന്റെ രാജ്ഞിയായിട്ട് അവിടെ അവരോധിക്കണം എന്നും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. ദൈവം അങ്ങനെ തന്നെ ചെയ്തു കാര്യം. അപ്പൊ അങ്ങനെ ആ ദൈവത്തിന്റെ ഹിതപ്രകാരം ഓരോ സ്ഥാനത്തും എത്തിയ ആളുകൾ ആ സ്ഥാനത്ത് എത്തിച്ചത് എന്തിനാണോ ആ കാര്യം അവരുടെ ജീവിതത്തിൽ ദൈവത്താൽ നിറവേറപ്പെടുന്നില്ല എങ്കിൽ ആ സ്ഥാനം അവരെത്തിയത് അവരെ സംബന്ധിച്ച് ഒരു നഷ്ടമായി തീരും. നമ്മൾ യോസേഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ യോസേഫിന്റെ അവസാന ഭാഗത്തേക്ക്, ഉൽപ്പത്തി പുസ്തകം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യോസേഫിന്റെ സഹോദരന്മാരോട് ചെല്ലുന്നു, ധാന്യം മേടിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്, തമ്മിൽ മനസ്സിലായപ്പോ യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്. യോസേഫിന്റെ സഹോദരന്മാർ വിചാരിച്ചു ഈ അപ്പൻ മരിച്ചുപോയി, അത് കഴിയുമ്പോൾ ഇനിയിപ്പോ തങ്ങളോട് പണ്ട് യോസേഫിനോട് ചെയ്തതിന്റെ പ്രതികാരമൊക്കെ ചെയ്യുമായിരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠയൊക്കെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ സഹോദരന്മാരെ യോസേഫ് ആശ്വസിപ്പിച്ച് അവരെ പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരന്മാരെ എന്നെ നിങ്ങൾ വിറ്റ് കളഞ്ഞത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട. അതിന്റെ കാരണം നിങ്ങളല്ല ഇത് ചെയ്തത്, ഇത് ചെയ്തത് ദൈവമാണ്. ദൈവം എന്തിനു വേണ്ടി ചെയ്തു? അവര് വിചാരിച്ചു അവരാ വിറ്റ് കളഞ്ഞത്. പക്ഷെ യോസേഫ് പറയുന്നത്, സഹോദരന്മാരെ നിങ്ങളല്ല എന്നെ ഇങ്ങനെ ചെയ്തത്, നിങ്ങളല്ല എന്നെ വിറ്റ് കളഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങളുടെ ബുദ്ധിയോ യുക്തിയോ നിങ്ങളുടെ താല്പര്യമോ ഇഷ്ടമോ അല്ല, നേരെ മറിച്ച് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവം നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വംശത്തിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപായിട്ട് എന്നെ മിസ്രൈമിലേക്ക് അയച്ചതാണ്. എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങൾ ആരുമല്ല, എന്നെ വിറ്റ് കളഞ്ഞുള്ള സത്യമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് വിറ്റ് കളഞ്ഞു? ഇങ്ങനൊരു കാലം, ഇങ്ങനൊരു ക്ഷാമകാലം ഉണ്ടാകും എന്ന് ദൈവം നേരത്തെ കണ്ടിരുന്നുകൊണ്ട് ഈ ക്ഷാമത്തിന്റെ സമയത്ത് ഈ യാക്കോബിന്റെ 70-75 പേരെ ജീവനോടെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം യോസേഫിനെ മുൻപേറായിട്ട് ഒരു അടിമയായിട്ട് വിറ്റ് കളഞ്ഞു. ഒത്തിപ്പേർ മുഖാന്തരം ജയിലിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ എല്ലാ വഴികളിൽ കൂടെ നടത്തി, ദൈവമാണ് നടത്തി. യോസേഫ് അവരെ ആശ്വസിപ്പിക്കുന്നതാ, നിങ്ങളല്ല, ദൈവമാണ് ഇത് ചെയ്തത്. അപ്പോ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലേക്കും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഓരോ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇവിടെ മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ.
അപ്പൊ നമ്മളെ ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട് ഈ 2025 നമ്മളെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് വെറുതെ നമ്മൾ കുറെ കാലം കൂടി ഇങ്ങനെ കുറച്ചും കൂടെ സൗകര്യമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം അനുസരിച്ച്, ഉള്ളിലെ ആഗ്രഹം അനുസരിച്ച് കുറെ കൂടെ ജീവിച്ചോട്ടെ എന്നുള്ള ലക്ഷ്യത്തിലല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ക്രിസ്തീയ ഗോളത്തിൽ നമ്മുടെ അതാത് സഭകളിൽ അതാത് സഹോദരന്മാരുടെ ഇടയിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ചുറ്റുപാടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ കൂടെ എന്ത് ദൈവപ്രവൃത്തിയാണ് ഈ കാലത്ത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയാൽ ഈ മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോ നമ്മൾ മിണ്ടാതെ ഇരിക്കുവാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും തകിടം മറിയത്തില്ല. ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യം ഒരിക്കലും അത് സംഭവിക്കാതിരിക്കത്തില്ല. അതിന് ഒരു പക്ഷെങ്കിൽ താമസം വരുത്താൻ മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ടോ മനുഷ്യന്റെ പാപം കൊണ്ടോ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അറിയാതല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ ഇഷ്ടം ഇല്ലാതെ വരുത്താൻ പിശാചിന് കഴിയത്തില്ല, ലോകത്തിന് കഴിയത്തില്ല, ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും കഴിയത്തില്ല. എന്നാൽ അത് താമസിപ്പിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ചിലരുടെ ക്രമീകരണത്തിന്റെ കുറവ് കൊണ്ട് സമയം ദീർഘിപ്പിക്കാൻ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, സമയം ദീർഘിച്ചു പോയേക്കാം. തെളിവ്, ഇസ്രായേൽ ജനം കനാനിൽ പ്രവേശിച്ച സമയം എപ്പോഴോ അതിനേക്കാളിലും ഒരാഴ്ച മുമ്പെങ്കിലും അവർ കനാനിൽ എത്തുമായിരുന്നു. എന്ത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ചു. കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് മോശയുടെ സഹോദരിയായ മിരിയാം പിറുവിറുപ്പുണ്ടായി. മോശ സുന്ദരനായിരുന്നു. എന്നാൽ കൂശ്യസ്ത്രീ നമുക്കറിയാലോ, എത്യോപ്യ സ്ത്രീയാണ്, നീഗ്രോയാണ്, കറുത്ത വർഗ്ഗക്കാരിയാണ്. അപ്പോ ഇങ്ങനെയുള്ള സുന്ദരനായിരിക്കുന്ന ഒരു ആങ്ങളയ്ക്ക് ഇങ്ങനെ മോശക്കാരിയായിരിക്കുന്ന നിറവില്ലാത്തൊരു നാത്തൂനെയാണല്ലോ എനിക്ക് കിട്ടിയെന്നുള്ളത് പിറുവിറുപ്പായിരിക്കാം അവളുടെ ഉള്ളിൽ ഉണ്ടായത്. ഒരു പക്ഷേ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അനുഭവിക്കുന്നു. എന്തായിരുന്നാലും ഈ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു? മിര്യാം കുഷ്ഠരോഗിയായി. കുഷ്ഠരോഗിയായതുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അടച്ചിടേണ്ടി വന്നു. അപ്പൊ മുഴുവൻ ഇസ്രായേലിന്റെ യാത്ര, ഇവളുടെ കുഷ്ഠം മാറി ഇവളെ പുറത്ത് കൊണ്ടുവരുന്ന കാലം വരെ മുഴുവൻ ഇസ്രായേലിന്റെ യാത്രയ്ക്ക് തടസ്സമായി. യാത്ര മുന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പക്ഷെ മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ താമസിച്ചേക്കാം. ഇനി രണ്ടാമത്തെ തെളിവ്, മോശ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. പിന്നത്തെ 40 വർഷം ആടിനെ മേയ്ക്കാൻ പോയിരുന്നു. അപ്പോ 400 വർഷം കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രോമിസ് ഉള്ളത്. അബ്രഹാമിനോട് പറയുന്നത് 4-ാം തലമുറ വിടുവിക്കപ്പെടും, 400 വർഷം അടിമകളായിരിക്കും. പക്ഷെ 130 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് വിടുവിച്ച് കൊണ്ടുപോയത്. കാരണം മോശ വിടുവിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഒരു പരുവമാകേണ്ട ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നു. ഇപ്പൊ മോശയോട് ദൈവം പറയുന്നത്, നീ ഇസ്രായേലിനെ വിടുവിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ മോശ പറയുന്നത്, അയ്യോ എനിക്ക് അയാളുടെ കഴിവില്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളതാണ്, എനിക്ക് യാതൊരു കഴിവില്ല എന്നായിരുന്നു. എന്നൊരു 40 കൊല്ലം മുമ്പ് മോശയോട് ദൈവം ഇങ്ങനെ നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ റെഡി എന്ന് പറഞ്ഞ് മോശ ചെല്ലുമായിരുന്നു. കാരണം ഇതൊന്നും ദൈവം പറയാതെ പോലും ഒരു മിസ്രൈമിനെ, ഒരു മിസ്രൈമിനെ അടിക്കുന്നത് കണ്ടിട്ട് ആ മിസ്രൈമിനെ ഒറ്റ അടിക്ക് കൊന്ന് മണലിൽ പൂഴ്ത്തി ഇങ്ങനെ താൻ മുഖാന്തരം സഹോദരന്മാർക്ക് രക്ഷയുണ്ടാകുന്ന മോശ അന്ന് വിചാരിച്ചു. പക്ഷെ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ മോശ പറയുന്നു, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, കഴിവില്ല. അപ്പൊ ഏത് മനുഷ്യനെയും ദൈവത്തിന്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ ഒരു തകർച്ചയുടെ വഴിയിലേക്ക് അവരെ നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ തകർച്ചയിലേക്ക് എത്താൻ വേണ്ടി ഉള്ള സമയം താമസിക്കും തോറും ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒരു പക്ഷേ താമസം നേരിടാം, ഒരിക്കലും അത് ഇല്ലായ്മയായി പോകത്തില്ല.
അപ്പോൾ ഇവിടെ മൊർദെഖായി എസ്തേരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇങ്ങനെയുള്ള കാലത്തിലേക്കാണ് നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ച് ഈ കാലത്ത് ഈ ദൈവത്തിന്റെ ഈ പദ്ധതിയിലേക്ക് നമ്മളെയും ഒരു കൂട്ടുവേലക്കാരനായി, അല്ലെ ഒരു കൂട്ടാളിയായി, അല്ലെ ദൈവത്തിന്റെ താല്പര്യങ്ങൾ നമ്മളിൽ കൂടെ നിറവേറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന താല്പര്യം നിറവേറപ്പെടാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ വിളിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുവാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ എന്നുള്ളതാണ് മൊർദെഖായി പറയുന്നത്. നീ മിണ്ടാതിരുന്നാൽ, എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ ഈ സ്ഥാനത്താക്കിയത് ആ സ്ഥാനത്തെ കുറിച്ച് നിനക്ക് താല്പര്യമില്ലാതെ നീ ആ സ്ഥാനം വളരെ താല്പര്യത്തോടെ അല്ലാതെ ഒരു സ്വാഭാവികമായ രീതിയിൽ കണക്കാക്കി മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് ദൈവം മാറ്റം വരുത്തത്തില്ല. അത് ഒരുവനിൽ നിന്ന് കൂടെ അല്ലാതെ അല്ലെങ്കിൽ വേറൊരുവനിൽ കൂടെ ദൈവം നിറവേറ്റും. പക്ഷെ നിനക്ക് നഷ്ടം വരും. അതുകൊണ്ടല്ല വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ നിലവിളക്ക് നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ഇത് മാത്രമല്ല, നിന്റെ കിരീടം വേറൊരുത്തനായി പോകാതിരിക്കാൻ നീ സൂക്ഷിച്ചോളുക. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളി, നമ്മളെ ഓരോരുത്തരെയും ഓരോ പർപ്പസിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ ആ ഉദ്ദേശം നമ്മളിൽ കൂടെ, നമ്മളെ പാപികളായിരുന്നു, നമ്മളെല്ലാവരും പാപികളായിരുന്നു, നമ്മുടെ പാപം പോക്കി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് വിശദീകരിച്ചു. ആ വിശദീകരണത്തിന് വഴി നമ്മൾ നടന്ന് അവസാനം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ആ പരിമിതമായ ലക്ഷ്യം മാത്രമല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരുപക്ഷെ ഭവനത്തിൽ അല്ല, നമ്മുടെ ചർച്ചിൽ അല്ല, നമ്മുടെ ദേശത്ത് അല്ല, നമ്മുടെ രാജ്യത്ത്, ഇവിടെ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ കൂടെ നിറവേറ്റപ്പെടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മൊർദെഖായി പറയുന്നത്, ഇങ്ങനെയുള്ള കാലത്തേക്കല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. നീ ഇപ്പം മിണ്ടാതിരുന്നാൽ ഒരു കാര്യം ഉണ്ടാവും, ഇസ്രായേലിന് വിടുതലുണ്ടാവും. അത് നിന്നിൽ കൂടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ദൈവം പ്രവർത്തി ചെയ്യും. പക്ഷെ നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജാവ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തു എന്ന ഏക പുരുഷന്റെ നിർമ്മല കന്യകയായി ഈ അഹശ്വേരോശിന്റെ ഈ വസ്തിക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട എസ്തേറിനെ പോലെ നാമും ആ രാജ പദവിയിലായിരിക്കുന്നു. അതുകൊണ്ട് എന്തിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ആ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പൊ ഈ ഒരു മുന്നറിയിപ്പ് പോലെ മൊർദെഖായി വളരെ താല്പര്യത്തോടെ ഇവളോട് പറഞ്ഞു. കാരണം ഇവളുടെ ഇപ്പോ ഈ രാജാവിന്റെ നിയമം, തീർപ്പ് ഈ ശൂഷൻ രാജധാനിയിലും പതിച്ച ആ തത്വപ്രകാരം, ആ നിയമപ്രകാരം വരാനുള്ള മാസത്തിൽ ഇത്രാം തീയതി മുഴുവൻ യഹൂദനെയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളയും എന്ന് മാത്രമല്ല അവരുടെ വസ്തുക്കൾ ഇവരെ കൊള്ളയിടുകയും ചെയ്യും. അപ്പൊ എസ്തേറും ഒരു യഹൂദ സ്ത്രീ ആയതുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ നിയമം ഒരു പക്ഷേ ആദ്യം തുടങ്ങുന്നത് ഈ ശൂഷൻ രാജധാനിയിൽ തന്നെ ആണ് എങ്കിൽ ആദ്യമായി കൊല്ലപ്പെടുന്നത് നിശ്ചയമായും ഈ എസ്തേർ ആയിരിക്കും. ഈ എസ്തേറും മൊർദെഖായി എല്ലാം കൊല്ലപ്പെടും. അപ്പൊ എസ്തേർ ഇവള് രാജാവിന്റെ രാജ്ഞിയായിരിക്കുന്നു എന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല. കാരണം രാജാവ് അങ്ങനെ ഒരു നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യഹൂദനാണോ അവൻ കൊല്ലപ്പെടണം. അവനെ കൊല്ലാനുള്ള എല്ലാ അനുവാദവും മറ്റുള്ളവർക്ക് ഈ രാജാവ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവൾ രാജധാനിയിലാണ് എന്നതുകൊണ്ട്, രാജ്ഞിയാണ് എന്നതുകൊണ്ട് ഈ നിയമത്തിൽ നിന്ന് അവളും ഒഴിവാകുന്നില്ല. കാരണം ആണുങ്ങളെ മാത്രമല്ല കൊല്ലുന്നത്, സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നുകളയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഒഴിവാകും നീ ധരിക്കരുത്. മൊർദെഖായി എസ്തേറിനോട് പറയുക, നീ രാജസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇങ്ങനെയുള്ള ഒരു കാലത്തേക്ക്
ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മളിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്. അത് എന്ത് പ്രവൃത്തിയാണ് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്, നിവർത്തിക്കാൻ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ താല്പര്യം എന്താണ് എന്ന് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് ദൈവം അനുവദിക്കുവാണെങ്കിൽ അടുത്ത ക്ലാസ് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.